Good afternoon, dear children. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. എല്ലാവരും നിങ്ങളുടെ പേര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്താൽ മതി, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യണ്ട. പിന്നെ നിങ്ങൾ എന്നിട്ടും മിസ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ക്ലാസ്സിൽ കയറാത്തതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. പ്രസന്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേരിലല്ലാതെ വേറെ പേരിൽ കയറിയാലും മിസ്സിന് മനസ്സിലാവില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, ക്ലാസ് കയറിയില്ലേ, പ്രസന്റ് കാണുന്നില്ല എന്ന് കേട്ടോ. ചിലപ്പോൾ പ്രസന്റ് ഇട്ടിട്ട് അതിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പ്രസന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, then take your text book. നമുക്ക് പഠിക്കാം അല്ലേ? രാവിലെ നമ്മൾ എന്താണ് പഠിച്ചത്? താ ഥ പഠിച്ചു അല്ലെ? താ ഥ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. താസെ തബല, താസെ തരാജു, താസെ തൽവാർ, താസെ തെർമസ്, താസെ തൈല, താസെ തൻ. ഇത്രയാണ് പഠിച്ചത്. എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. ഹോംവർക്ക് ചെയ്ത് കണ്ടു. അപ്പോ നമുക്ക് അക്ഷരദീപത്തില് മാറ്റം ഉണ്ടല്ലേ? ഒരു പിക്ചർ കൂടുതലുണ്ട്. താസെ ആരാ എന്നെ ഒന്ന് അക്ഷരദീപം കാണിക്ക? അക്ഷരദീപം ഷോമിയർ. ഓക്കെ, തർബൂജ് അല്ലേ? അതില് ഒരു വാട്ടർമെലന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ താസെ തർബൂജ്. എന്താ വാട്ടർമെലന് പറയാ? തർബൂജ്. താസെ തർബൂജ്. ഒളപ്പിസെ തർബൂജ്. തർബൂജ്. തർബൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർമെലൺ. ഓക്കെ, താസെ തബല, താസെ തരാജു, താസെ തൽവാർ, താസെ തർബൂജ്. സോറി, തർബൂജ്. നെക്സ്റ്റ് താസെ തെർമസ്, താസെ തൈല, താസെ തൻ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ദ. ഏതാണ്? ദ. ലുക്ക്, ഏതാണ്? വിച്ച് ഇസ് ദ ലെറ്റർ ദിസ്? ദ. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? ദ. ലുക്ക് ഹിയർ. ഇവിടെ നോക്കിയാ നിങ്ങള് ഏതാണ് അക്ഷരം? ദ. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞേ. ദ. ത ഥ ദ. ദ എന്ന് പറയുമ്പോ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ദ. ദാസെ ദർജി, ദാസെ ദർജി. ആരാണ് ദർജി? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വിദ്യത്തിന് പറയാൻ പറ്റുമോ ദർജി ആരാണ്? ദർജി എന്ന് പറഞ്ഞ ആരാണ്? ടൈലർ ആണല്ലേ? തുണിയൊക്കെ തയ്ക്കുന്ന ആളാണ്, ടൈലർ ആണ് ദർജി. ദാസെ ദർജി. നെക്സ്റ്റ് ദാസെ ദവാത്ത്. ദാസെ ദവാത്ത്. ദവാത്ത് മീൻസ് ഇങ്ക് പോട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ക് പോട്ട്, മഷിക്കുപ്പി കണ്ടിട്ടുണ്ടോ? നമ്മള് പേനയിൽ മഷി നിറക്കുന്ന ഒരു കുപ്പിയിൽ കുറച്ച് മഷിയൊക്കെ ആയിട്ട് അതിൽ നമ്മുടെ അങ്ങനത്തെ പേന നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെ? നമ്മൾ പെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ മഷിയൊക്കെ എടുക്കാൻ, പേനയിലോട്ട് മഷി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മഷിക്കുപ്പി ഉണ്ടാവും. അതിലാണ് നേരത്തെയൊക്കെ മിസ്സൊക്കെ എഴുതുമ്പോൾ ഹീറോ പെൻ ഉണ്ടാവും, അതില് മഷി നിറക്കുന്ന ഈ കുപ്പിയിലത്തെ മഷി എടുത്തുകൊണ്ടാണ്. അപ്പൊ അതിനെന്താ പറയാ? ദവാത്ത്.
ദവാത്ത് ഇങ്ക് പോട്ട്. നെക്സ്റ്റ് ദാസെ ദർവാജ. ദാസെ ദർവാജ. എന്താണ് ദർവാജ എന്ന് പറഞ്ഞാല്? ഡോറ്. എല്ലാവരുടെ വീട്ടിലും ഡോർ ഉണ്ടോ? ഡോർ ഉണ്ടോ? ഉണ്ടല്ലേ? കതക്. ഡോറ് എന്തിനാ നമുക്ക് ഡോർ? എന്തിനാ ഈശാനി ഡോറ്? ഈ ദർവാജ എന്തിനാ നമുക്ക് വീട്ടില്? രാത്രി കള്ളന്മാര് കേറാതിരിക്കാൻ അല്ലേ? നമ്മുടെ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ കതക് അടയ്ക്കണം അല്ലെ? അടച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ വീട് അടച്ചു പൂട്ടണമെങ്കിൽ നമുക്ക് ഡോറ് വേണം. കറക്റ്റ്. എല്ലാവരുടെ വീട്ടിലും ഇല്ലേ? ഉണ്ട്. ഇപ്പൊ അറിയാം, ദർവാജ അറിയാം അല്ലേ? അപ്പൊ ഒന്നുകൂടെ പഠിക്കാം. ദാസെ ദർജി. ഓളപ്പിസെ ദാസെ ദർജി. ഒന്ന് ഉഷാറാവട്ടെ. ആദിഷ്, നീ എവിടെ നോക്കുന്നത്? ഞാൻ കൂട്ടുകൂടില്ല കേട്ടോ. ഞാനിവിടെ വായിക്കുമ്പോ നീ എവിടെയാ നോക്കുന്നേ? എനിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. വിഷമാവുക ലാസ്റ്റ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ദാസെ ദർജി. വായിക്കാത്തവരെ ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ വായിപ്പിക്കുവേ. ഉറക്കെ വായിച്ചോ. ദാസെ ദർജി. ദാസെ ദവാത്ത്. ദാസെ ദർവാജ. കണ്ടോ എന്ത് നല്ല കുട്ടികളാ. നിങ്ങൾക്ക് വായിക്കാനൊക്കെ അറിയാം, ഉറക്കെ വായിക്കാനൊക്കെ അറിയാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ട് അവിടെ മിണ്ടാതിരിക്കും. ഓക്കെ. ഒന്നുകൂടെ ആയിരുന്നിട്ട് എടുത്തേ. താസെ തബില. ഉറക്കെ വായിക്കണേ. ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്, വായിക്കാത്തവരെ ഞാൻ പിടിക്കിപ്പോ. താസെ തബില. ആദിഷിന്റെ ഒച്ച കേൾക്കുന്നില്ല എനിക്കിവിടെ. ഉറക്കെ വായിക്കേ. താസെ തരാജു. താസെ തൽവാർ. താസെ തെർമസ്. താസെ തൈല. താസെ തൻ. ദാസെ ദർജി. ദാസെ ദവാത്ത്. ദാസെ ദർവാജ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ദായ എങ്ങനെ എഴുതും നമ്മള്? എങ്ങനെ ദായ എഴുതുക? ലുക്ക് ഹിയർ. ഫസ്റ്റ് കുഞ്ഞു വണ്ണ് വരയ്ക്കണം. ഫസ്റ്റ് ഒരു കുഞ്ഞു വണ്ണ് വരച്ചു. അതിനോട് ചേർന്ന് നമ്മള് ടാ എഴുതാൻ പഠിച്ചില്ലേ? അതുപോലെ ടാ എങ്ങനെ എഴുതാൻ പഠിച്ചേ? എന്നിട്ട് അതിന്റെ താഴോട്ടൊരു കുഞ്ഞു വാല് വരയ്ക്കണം അല്ലേ? വാലുള്ള അക്ഷരമായതല്ലേ? ദാ. എന്താണ്? ദാ. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. പാവ അക്ഷരമാണിത്. നിങ്ങളെ പോലെ തന്നെ. എങ്ങനെയാണ് വരയ്ക്കുക? കുഞ്ഞു വണ്ണ് വരയ്ക്കുക, എന്നിട്ട് ടാ എഴുതുക, എന്നിട്ട് അതിന്റെ അകത്തൂടെ വരച്ച് ഒരു കുഞ്ഞു വാല് കൊടുക്കുക അതിന്. ദാ. ഈസി അല്ലേ? ഓക്കെ. ഇപ്പൊ ദായല്ലേ? ദാസെ ദർജി, ദാസെ ദവാത്ത്, ദാസെ ദർവാജ. ഈ പീരീഡ് നമുക്ക് 3 ലെറ്റർ പഠിക്കാം അല്ലേ? ഓക്കെ റിയാൻ, വെരി ഗുഡ്. ആദിഷ് എഴുതി, റിയാൻ എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ രാവിലത്തെ ഹോംവർക്ക് രാവിലെ തന്നെ കഴിഞ്ഞു കാണും അല്ലേ? അപ്പൊ ഇനി 3 അക്ഷരം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹോംവർക്ക് ചെയ്യാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വീക്ക് വരെ ടൈം ഉണ്ട്. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഥ. നല്ല ഉറക്കെ പറഞ്ഞേ, ഉറപ്പിച്ച് പറഞ്ഞേ. ഥ. ഥ. ഉറപ്പിച്ച് പറഞ്ഞേ. ഥ. ഥ സേ ഥൻ. ഥ സേ
ധൻ. ധൻ എന്ന് പറഞ്ഞാല് മണി, പൈസ ഇല്ലേ, അതാണ്. ധാസേ ധൻ, ധനം എന്ന് പറയും മലയാളത്തില്, ഇംഗ്ലീഷില് മണി. ധാസേ ധൻ, ധാസേ ധനുഷ്. ധനുഷ് എന്ന് പറഞ്ഞ എന്താണ്? ആരുടെ വീട്ടിലാ ഉള്ളത് ധനുഷ്? ആരുടെ വീട്ടിലുണ്ടോ? ഇല്ല അല്ലേ, ബോയ് ആണ്. എന്താണ്? വില്ല്, അമ്പും വില്ലെന്ന് കേട്ടിട്ടില്ലേ, അതിലെ ബോ. ധാസേ ധോബി, ധാസേ ധോബി. എന്താ, ആരാണ് ധോബി? വാഷർമാൻ ആണ്, അലക്കുകാരനാണ് ധോബി. ധാസേ ധൻ, ധാസേ ധനുഷ്, ധാസേ ധോബി. ധാ എങ്ങനെ എഴുതും? എങ്ങനെയാ ധാ എഴുതുക? ലുക്ക് ഹിയർ. ഫസ്റ്റ് നമ്മള് ഇതുപോലെ ഉണ്ടോ, എവിടെ തുടങ്ങണം? ഫസ്റ്റ് ഇതിന്റെ അകത്തൂടെ തുടങ്ങി താഴോട്ട് വരയ്ക്കുക. നമ്മൾ അറബിയൊക്കെ എഴുതുന്നവർക്ക് നല്ല ഈസി ആവുമായിരിക്കും അല്ലേ ഇത്. ഇത് കണ്ടോ, ഇങ്ങനെ എഴുതി 3 തിരിച്ചിട്ടതുപോലെയാണിത്. അതിനുശേഷം മുകളിലോട്ട് വന്നു, മുകളിലോട്ട് വന്ന് താഴോട്ട് വരച്ചു, മുകളിൽ. പക്ഷെ ഇവിടെ മുട്ടാൻ പാടില്ല കേട്ടോ, ഈ അക്ഷരത്തിന് ഇതിന് ഇവിടെ മുട്ടാൻ പാടില്ല. ധ. ഓക്കെ, അപ്പൊ ധായ എഴുതാൻ ഒരു ഈസി ആയത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാക്ക ഗാക്ക എന്ന് പഠിച്ചില്ലേ? 4ാമത്തെ ഖായ എങ്ങനെയാ നമ്മൾ എഴുതുന്നേ? ഇത് കണ്ടോ, ഇത് നമ്മൾ മുട്ടിച്ചഴരയ്ക്കുന്ന അല്ലേ. അപ്പം ഖായ എഴുതുമ്പോ ഇവിടെ മുട്ടുന്നില്ല, നമ്മൾ ഇതിന്റെ അകത്തൂടെ ചുരുട്ടി കൂട്ടി എഴുതണം അല്ലേ. അത് ചുരുട്ടി കൂട്ടി എഴുതുന്നുണ്ട് ധായ എഴുതുമ്പോ. അപ്പൊ അതിന്റെ അകത്ത് കൂട്ടുന്നതിന് നമ്മൾ മുകളിൽ വരയ്ക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ പറയുമ്പോഴേക്കും എഴുതി കഴിഞ്ഞു. ഇഷാനിയൊക്കെ കണ്ടോ, മിടുക്കി, വെരി ഗുഡ്. നമ്മളുണ്ടല്ലോ റെഗുലർ ക്ലാസ്സിലാണെങ്കിലും ഉണ്ടല്ലോ, ആദ്യമൊക്കെ കുട്ടികൾക്ക് ഈ അക്ഷരമൊക്കെ എഴുതാൻ ഭയങ്കര ടഫാ. ഇറ്, ഖ, ഥ, ഈ അക്ഷരങ്ങളൊന്നും വളഞ്ഞു വരില്ല. അതുപോലെ ഈയും ഇറും എഴുതാനാണ് അവർക്ക് ടഫ്. പക്ഷേ ഞാൻ ഈ ബാച്ചിലുള്ള നമ്മുടെ ഈ കുട്ടികളെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് വെറുതെ ഒരു ലിപി പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ സ്പോട്ടിൽ തന്നെ അവരവിടെ എഴുതിയത്. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഓരോ വർഷം കഴിയുന്തോറും എനിക്ക് തോന്നുന്നു ഇനി കുട്ടികൾക്ക് ലിപി ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കാണുമ്പോൾ തന്നെ അവരത് എഴുതാനുള്ളത് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ് ലുബാബ. ഉണ്ടോ, നല്ല ഉരുട്ടി എഴുതുന്നുണ്ട് അവര്. പക്ഷെ 2 ലൈനിൽ എഴുതുമ്പോൾ അതിനേക്കാളും വൃത്തിയായിട്ട് വരും അത് കേട്ടോ. നൂഹ, വെരി ഗുഡ്. റിയാൻ, അതുപോലെ ആദിഷ്, അഹല്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പം 2 ലൈനിൽ എഴുതുമ്പോൾ കുറച്ച് സ്പേസ് ഉള്ളു നമുക്കല്ലേ. അപ്പൊ അതിനകത്ത് വേണം നിങ്ങൾ ഇത് എഴുതാൻ. അപ്പൊ കുഞ്ഞിതായിട്ട് എഴുതണം. ഇപ്പൊ സ്ലേറ്റിൽ എഴുതി പഠിക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് എഴുതി പഠിച്ചോ. അക്ഷരദീപത്തിൽ നമുക്ക് കുറച്ച് വലുതായിട്ട് എഴുതാം അല്ലെ. 2 ലൈൻ കോപ്പിയിൽ കുറച്ച് ചെറുതായിട്ട് വേണം എഴുതാൻ, എന്നാലേ അതിന്റെ ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കാലോ നമുക്ക് ഒന്നുകൂടെ. ധാസേ ധൻ. എന്താണ് ധാസേ ധൻ? ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സ്റ്റാൻഡ് അപ്പ്. Stand up. Hands up. നോക്കട്ടെ എത്ര പേർക്ക് കൈ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവാനയ്ക്ക് റേഞ്ച് പ്രശ്നമാണ്. ഓക്കെ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അവരാണ് കൈ ഉയർത്താത്തത്. ആദിഷിനെ വലിച്ച് താഴെ ഇട്ടു. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. നമ്മുടെ മിടുക്കന്മാരെ, ഞാൻ ഹാൻഡ്സ് ഡൗൺ നമ്മൾ ഞാൻ വിചാരിച്ചു കൈ ഉയർത്തും നിങ്ങളും.
Hands up. Hands down. Hands down. Sit down. Sit down. Jump ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കിടക്കയുടെ മുകളിൽ കട്ടിലിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നത് ജമ്പ് ചെയ്തിട്ട് താഴെ ചാടി പോകണ്ട അല്ലേ അതുകൊണ്ട് അത് വേണ്ട ചിലപ്പോ അമ്മയുടെ മടിയിലൊക്കെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ജമ്പ് ചെയ്യാൻ പറഞ്ഞാല് ഉഷാറായില്ലേ ആയിഷമാന വെരി ഗുഡ് വെരി ഗുഡ് ലിസൺ ഉറക്കം വായിക്കണേ ഉറക്കം വായിക്കാത്തവരൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇവിടെ കേൾക്കുന്നുണ്ട് സൗണ്ട് നിങ്ങൾ അങ്ങ് ദൂരെയല്ലേ പക്ഷെ പഠിച്ചാൽ സ്കൂളിൽ കേൾക്കാം ഇവിടെ ഇപ്പൊ നിങ്ങളുടെ സൗണ്ട് ധനുഷ് തോബി once more ധനുഷ് തോബി ഏബിൾ സിൻഡോയുടെ സൗണ്ട് എനിക്ക് കേൾക്കാനേ പറ്റിയില്ല അതുപോലെ സിയ ഫാത്തിമ ഉമർ ജാഫർ ബാക്കി എല്ലാവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു ലെറ്റർ കൂടെ ഉണ്ടല്ലേ ആ ലെറ്റർ കൂടെ പഠിച്ചാലേ നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ ഇവിടെ നോക്കിയേ ന എന്താണ് ന അല്ലെങ്കിൽ നാന്ന് വായിക്കാം ന ത ഒളപ്പിസേ ത ഥ ദ ഥ ന ത ഥ ദ ഥ ന ഇത് കഴിഞ്ഞ പാഠം നമുക്കുണ്ടല്ലോ നമുക്ക് റിവിഷൻ തുടങ്ങണം റിവിഷൻ തുടങ്ങണം വേർഡ്സ് എഴുതണം അടുത്ത എക്സാമിനുള്ളത് ഇനി നമുക്ക് പ മുതൽ മാ വരെയുള്ള ലെറ്റർ വരെ വേണം ഒരു 5 അക്ഷരം കൂടെ പഠിച്ചാൽ നമുക്ക് അടുത്ത എക്സാമിനുള്ളതായി അപ്പോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിവിഷൻ തുടങ്ങാം അതിനു മുമ്പായിട്ട് ഈ നാ വരെയുള്ള ലെറ്റേഴ്സ് നമുക്ക് എഴുതി കംപ്ലീറ്റ് ആവണം അതുകൊണ്ട് ഇത് കൂടെ പഠിക്കാം ഇന്ന് പഠിക്കാത്തവർക്ക് വീണ്ടും വീണ്ടും അടുത്ത ആഴ്ച അവസരമുണ്ട് റിവിഷൻ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും പഠിക്കാം നാസേ നദി നാസേ നദി നദി എന്ന് പറഞ്ഞാൽ എന്താണ് റിവർ പുഴയില്ലേ അതാണ് പുഴ നാസേ നട് നാസേ നട് നട് എന്ന് പറഞ്ഞാൽ ഇതെന്താ നിങ്ങൾ കാണുന്നത് ഇവിടെ അതിന്റെ മുകളിലേ നടക്കുന്നുണ്ടോ മാജിക് കാണിച്ചോണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കയറിന്റെ മുകളിലൂടെ അല്ലെ ഒരു ചരടിന്റെ മുകളിലൂടെ നടക്കുന്നതിനെയാണ് നടു എന്ന് പറയുന്നത് നാസേ നൽ നാസേ നൽ നൽ എന്ന് പറഞ്ഞാൽ എന്താണ് നൽ എന്ന് പറഞ്ഞാല് ഡെൽവിൻ പൈപ്പ് ടാപ്പ് അല്ലേ നൽ എന്ന് പറഞ്ഞാല് ടാപ്പ് ഓക്കെ ഡെൽവിൻ എന്റെ കൂടെ ഒന്ന് വായിച്ചേ നാസേ നദി നാസേ നദി നാസേ നട് നാസേ നട് നാസേ നൽ നാസേ നൽ ഇതിന്റെ മുകളിലത്തെ ഒന്ന് വായിക്കണം ഡെൽവിൻ ധാസേ ധൻ ദാസേ ധൻ ധാസേ ധനുഷ് ദാസേ ഗനുഷ് ദാസേ ധോബി ദാസേ ധോബി ഓക്കെ വെരി ഗുഡ് അഹല്യ പേജ് നമ്പർ 16 ഉള്ളത് വായിച്ചു ധാസേ ധൻ ധാസേ ധനുഷ് 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 ദാസേ ധോബി ദാസേ ധോബി നാസേ നദി നാസേ നദി നാസേ നട് നാസേ നട് നാസേ നൽ നാസേ നൽ
ഓക്കെ, റിയാൻ. Da se dan. ഖാനല്ല. Da se dhanush. Da. धन Dhan. धनुष Da se dhanush. दा से धोबी Da se dhobi. ना से नदी Na se nadi. ना से नट Na se nat. ना से नल Na se nal. വെരി ഗുഡ്. നല്ലി ഇങ്ങനെ അപ്പൊ നായ എങ്ങനെ എഴുതും? ഞാൻ പറയുന്നതിന് മുമ്പ് എഴുതി കാണിച്ചു, എനിക്കറിയാം. നിങ്ങൾ മിടുക്കരാന്ന് എനിക്കറിയാം. അപ്പൊ നായ എഴുതും കണ്ടോ? നമ്മൾ താഴെ എഴുതുന്നില്ലേ? താഴെ എഴുതുന്നത് പോലെ തന്നെ, പക്ഷെ അതിന്റെ അകത്തോട്ട് ഫസ്റ്റ് ഇങ്ങനെ എഴുതണമെന്നേ ഉള്ളൂ. അതിന്റെ അകത്ത് കൂടി ചുരുട്ടി എഴുതണം. കണ്ടോ? താഴെ എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ വെറുതെ എഴുതേ ഉള്ളൂ. പക്ഷെ താഴെ എഴുതുമ്പോ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടോ? മുകളിലോട്ട് വരച്ച് താഴെ. എങ്ങനെയാണ് ഫസ്റ്റ്? ഫസ്റ്റ് ഒരു സീറോ പോലെ എഴുതി നീട്ടി വരയ്ക്കണം. നീട്ടി വരച്ച് മുകളിലോട്ട് വരച്ച് താഴോട്ട്, എന്നിട്ട് മുകളിൽ വരയ്ക്കാം. നാ. ഓക്കെ, മിസ് എഴുതി കാണിക്കൊന്നും വേണ്ട, എല്ലാരും എഴുതി. വെരി ഗുഡ് ലുബാബ, വെരി ഗുഡ്. വൈഗ. ഓക്കെ, അപ്പൊ ഇനി അതൊന്ന് ഓർഡറിലാവണം അല്ലെ നമുക്ക്? അപ്പൊ എങ്ങനെയാ അത് ഓർഡറിലാക്കുക? ഒന്ന് ആദ്യം പറഞ്ഞു പഠിക്കണം. ഫസ്റ്റ് ലെറ്റർ താ. all of you say താ, ഥ, ദ, ഥ, ന. ഉണ്ടോ? ആ 5 ലെറ്റേഴ്സും ആയില്ലേ? താ, ഥ, ദ, ഥ, ന. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ എന്ത് മിടുക്കന്മാരാ അല്ലേ? നമ്മളിപ്പോ എവിടുത്തെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെ പഠിച്ചു എന്ന് നോക്കാം. അൻവിത, അൻവിത ഇപ്പൊ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങള് മിസ് പറയുന്ന കേട്ടോണം. മിസ് പറയുന്ന കേട്ടിട്ട് പറയണം. കാക്ക ഗാക്കങ്ങ, കാക്ക ഗാക്കങ്ങ, ചാച്ച ജാച്ചാഞ്ഞ, ചാച്ച ചാച്ചാഞ്ഞ, ടാഠ ഡാഠാണ, ഠാഠ ഠാഠാണ, ത ഥ ദാഥാന, ദ ഥ ദ ദ ധ ഥ ന. ന. കണ്ടോ? ഓർഡറിൽ വന്നത് കണ്ടോ അക്ഷരങ്ങള്? അതുപോലെ നമുക്ക് ഒരാളെ കൊണ്ടുകൂടെ പറയിക്കാലോ. ഇനി അക്ഷരം കൂടെ എഴുതി എഴുതി നമ്മൾ അതും കൂടെ പഠിക്കണം അല്ലേ? ഷാസിൽ, ഷാസിൽ പറയുന്ന കേട്ടോ? ഇതുപോലെ നിങ്ങൾ പറയണം കേട്ടോ. ഷാസിൽ അൺമ്യൂട്ട് ചെയ്ത മോനെ. പറയുന്ന കേട്ട് പറയണം. കാക്ക ഗാക്കങ്ങ, ചാച്ച ചാച്ചാഞ്ഞ, അതിനിടെ ചെവി പിടിക്കാൻ പോയല്ലോ. ടാഠ ഡാഠാണ, താഥ ദാഥാന. ഇത്രയും നമ്മള് പഠിച്ചതല്ലേ? അപ്പോ എല്ലാം ഒരേപോലെയാണ് പറയുന്നത്? അല്ല, ഓരോന്നിനും ഓരോ ഉച്ചാരണം ഉണ്ടല്ലേ? കാക്ക കാക്ക എന്നാണ് പറയുന്നേ? അല്ല, കുറച്ച് അക്ഷരങ്ങള് സോഫ്റ്റ് ആയിട്ട് പറയാനുണ്ട്, കുറച്ച് അക്ഷരങ്ങളിൽ ഭയങ്കര എന്താണ് ഹാർഡായിട്ട് പറയാനും ഉണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ഉച്ചരിച്ച് പറയണം. നല്ല കുട്ടിയല്ല നിങ്ങള്. ഇതുപോലെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് പറയുന്നത് ഞാൻ ഇപ്രാവശ്യം കേട്ടത്. കഴിഞ്ഞ വർഷം പഠിച്ചവരൊന്നും ഇങ്ങനെ പറയാറേയില്ല. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ആ അക്ഷരത്തിന്റെ ഉച്ചാരണമൊക്കെ മനസ്സിലാക്കിയിട്ടാ പഠിച്ചിരിക്കുന്നത്. നല്ല കുട്ടികളാട്ടോ. ഓക്കെ, നൂഹ.
ഫാത്തിമ. ഐവിൻ. cha 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 ചാച്ച അല്ല കാ ഖ ഗ ഘ. kha 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 ga cha 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 ഞാ ha ടാ ഠ ഡാ ya ya ta 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 da ടാ ഠ ഡാ ഠ മ. ta 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 da കിട്ടിട്ട് പറഞ്ഞില്ലേ ഐവിൻ ഒന്ന് ഈ പേജ് നമ്പർ 16 വായിച്ചിരോ മിസ്സിന്? മിസ്സിന് വായിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാണ്? താഴെ വായിക്കും. ഠ സേദ് ta setan എന്തോ ta set ധനു. talus ta setani തോബി thobi ഓക്കെ. നാസേന. na set അസനദ് നാസേന. na senad ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ പഠിച്ചത് മതിയോ? ഇനി ആർക്കെങ്കിലും വായിക്കണോ? വായിക്കണം എന്നല്ലേ കയ്യെടുത്തുക, അല്ലെങ്കിൽ ആദിഷിന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ലുബാബയ്ക്ക് വായിക്കണം എന്നാ പറഞ്ഞു. ഓക്കെ, റീഡ് ഫാസ്റ്റ് ലുബാബ. ആദിഷ് പാട്ടോടെ റെഡിയായി. സ്റ്റോറിയാന്ന് തോന്നുന്നല്ലേ ആദിഷിന്റെ? ലുബാബ ആദിഷേ, ലുബാബയ്ക്ക് റേഞ്ച് പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് മിസ്സിന് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ആദിഷ്, all of you close your book. എന്താ പറയുന്നത് മിസ്? എല്ലാവരും ക്ലോസ് ചെയ്തോ, ബുക്കൊക്കെ അടച്ചു വെച്ചോ, മതി പഠിച്ചത്. ഒരിടത്തൊരു ചാട്ടത്തി പ്രാവും ഒരു അനിയത്തി പ്രാവും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവര് തീറ്റ തേടി കാട്ടിലൂടെ നടന്നു. നടക്കുവാണ്. നടക്കുന്നു. പറന്നു. പറന്നു. ആ, ഓക്കെ. കാട്ടുമണി ഉണ്ടായിരുന്നു. കാറ്റും മഴയുണ്ടായി. ആ, എടുത്തു. കൊത്തിയെടുത്തിട്ട് അവര് വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഉണ്ടാക്കി കഥയാന്ന് തോന്നല്ലോ. കഴിഞ്ഞ നമ്മള് പറ്റിക്കാൻ വേണ്ടി എന്തോ കഥ ഉണ്ടാക്കിയത്. ഇപ്പൊ അൻവിത എവിടെ? അൻവിത, നല്ലൊരു കഥയായിട്ട് അൻവിത വരുന്നുണ്ട്. ഇഷാനിക്കുട്ടിയാണ് നെക്സ്റ്റ്. നിതാഷ എന്താ ഇരുട്ടത്തിരിക്കുന്നേ? കറണ്ട് ഇല്ലേ മോളെ? ഇനി കാണാൻ പറ്റുന്നില്ല കേട്ടോ. അൻവിത അൺമ്യൂട്ട് ചെയ്യടാ. അൺമ്യൂട്ട് ചെയ്തു. ആ, എന്നാ പറഞ്ഞോ ഇനി. വീഡിയോ ഓഫ്. ഒരു ദിവസം തത്തയും ഇന്ന് പറഞ്ഞു തീരണം, 4 മിനിറ്റേ ഉള്ളൂ. തത്തയും പൂച്ചയും ഉണ്ടായിരുന്നു. അപ്പൊ തത്ത ഒരു വീട്ടിന്ന് പാല് കണ്ടു. ഒരു പാത്രത്തിൽ പാല് കണ്ടു. അന്നേരം തത്ത വേഗം വീട്ടിൽ പോകുമ്പോ പാല് കുടിക്കുമ്പോ പൂച്ച തത്ത പാലിനെ കുടിക്കുന്നത് കണ്ടു. അന്നേരം പൂച്ച പറഞ്ഞു, അമ്പടക്കള്ള. അന്നേരം തത്ത വേഗം തത്തന്റെ കൂട്ടിൽ പോയിട്ട് പറന്ന് കൂട്ടിലേക്ക് പോയിട്ട് പൂച്ച പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ തിന്നും. എന്നാലും തത്ത പറയും, എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും തിന്നാൻ പാടില്ല പറഞ്ഞു. അന്നേരം ഒരു വള്ളിനെ കൊണ്ട് പിടിച്ച് പൂച്ച കേറി പോവും. അപ്പൊ തേനീച്ചെല്ലാം ഇളകിയിട്ട് പൂച്ചനെ കൊത്തി നിലത്തിടും. കഴിഞ്ഞോ? ആരും
ഉപദ്രവിക്കരുത്. ആരും ചെയ്യാൻ പാടില്ല. ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കേക്കട്ടെ. അറിയില്ല. അറിയില്ല. സാരമില്ല. ഇഷാനി, ഏബലും ഇഷാനി ഉണ്ടല്ലോ. ഓക്കെ, ഇഷാനി ഫസ്റ്റ്. നല്ല കഥയാ. ആയിക്കോട്ടെ. ഞാനൊരു പാട്ട് നിങ്ങൾക്ക് തന്നിരുന്നല്ലോ. തന്നിരുന്നോ? ആജ് മംഗളവാറ് ഹേ. പഠിച്ച് കിട്ടിയോ അത്? ആജ് മംഗളവാറ് ഹേ ചൂഹേ കോ ബുഖാർ ഹേ. കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നോ? പറഞ്ഞേ, ആർക്കാ കിട്ടിയത്? അഹല്യക്ക് കിട്ടിയെന്നാ പറഞ്ഞേ. आज मंगलवार है, सुबह को बुखार है, सुबह गई डॉक्टर के पास, डॉक्टर ने लगाई सुई, सुबह बोले उई उई उई. വെരി ഗുഡ്. ഇനിയുണ്ട്. ആജ് ബുധവാർ ഹേ ചൂഹേ കോ ബുഖാർ ഹേ കേ ഗയ് सुबह को बुखार है, सुबह गए डॉक्टर के पास, डॉक्टर ने लगाई सुई, चूहे बोले उई उई उई. ചൂഹ കരഞ്ഞു എന്നാ പറയുന്നല്ലേ. ഓക്കെ, ഇനി ആരാണ്? വൈഗ. അയ്യോ, ഇഷാനി സങ്കടപ്പെട്ട് നിൽക്കുവാണോ? റേഞ്ച് പോയതാണോ? എങ്ങനെയാണ്? ആദിശ്രീയുടെ മുഖം നോക്കിയേ. വൈഗ, വേഗം, 1 മിനിറ്റേ ഉള്ളൂ. आज मंगलवार है, सुबह को बुखार है, छोड़े. आज मंगलवार है, सुबह को बुखार है, छोड़े डॉक्टर के पास, डॉक्टर ने लगाई सुई, सुइया बोला उई उई उई. ഓക്കെ, വെരി ഗുഡ്. ഇഷാനി മതി മതി. ഇഷാനി സങ്കടത്തില. അൺമ്യൂട്ട് ചെയ്തേ. ബൈ ബൈ. പഠിക്കോ. എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി ഒന്നും വേണമെന്നില്ല. യെസ്. ഇഷാനിയുടെ പാട്ടോടുകൂടി നമ്മുടെ ക്ലാസ് കട്ടാവും. ഓക്കെ. കാക്കോത്തി കാവിലെ കാക്കത്തം കല്യാണം